തീർത്ഥയാത്ര കഴിഞ്ഞ് തിരികെ കേരളത്തിലേക്ക് മടങ്ങും വഴിയാണ് അപ്രതീക്ഷിതമായി വേണുവിനെ കണ്ടത്. ഒരേ കമ്പാർട്ട്മെൻറ്റിൽ പരസ്പരം അപരിചിതരെ പോലെ മുഖാമുഖം യാത്ര ചെയ്തിട്ട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കക്ഷി നല്ല ഉറക്കത്തിലായിരുന്നു. ഫോണിൽ സമയം ചെലവഴിച്ചതിനാൽ ശ്രദ്ധിച്ചതുമില്ല. ഉറക്കമുണ്ടെന്നപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നി. മായയല്ലേ? ഒരു നിമിഷം മിഴികൾ ഉയർത്തി. വേണു? അതെ, ഓർമ്മയുണ്ടോ എന്നെ? 3 വർഷം ഒന്നിച്ച് പഠിച്ചതല്ലേ, അങ്ങനെയൊന്നും മറക്കുമോ? ആകെ ക്ഷീണിച്ചു പോയി. എന്തു പറ്റുമായ? എന്നാലും ഗ്ലാമർ കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഫാമിലിയൊക്കെ? ഒരു മോളാണ്, US-ലാണ്. അച്ഛനോടാണ് പ്രിയം. അദ്ദേഹവും അവിടെ. ഇടയ്ക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നാട്ടിലെത്താറുണ്ട്. ജീവിതത്തിൻ്റെ അവസാന സമയത്തിലാണ് താനിപ്പോൾ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ പോലെ. ഒന്ന് പാളിയാൽ പാളം തെറ്റില്ലേ? വർഷങ്ങളായി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണ്. ഓർമ്മകൾ കുറേ വർഷം പിറകിലേക്ക് വന്നു. പഠിക്കാൻ ബഹുമിടുക്കി, സുന്ദരി, വിശേഷണങ്ങൾ ഇനിയും ഏറെ. ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും പരസ്പരം പറഞ്ഞിരുന്നില്ല. ആദ്യം ആര് പറയും എന്ന വാശിയായിരുന്നു ഇരുവർക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് പരസ്പരം ഇഷ്ടപ്പെട്ട 2 പേർ ചേർന്നാലുള്ള നല്ല ജീവിതമായിരുന്നു. വൈഫും കുട്ടികളും? മായയുടെ ചോദ്യം ചിന്തകളിൽ നിന്ന് തിരികെ വിളിച്ചു. അവൾ കുറേ ജൂനിയറാണ്. ഉദ്യോഗവും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി തിരക്കിലാണ്. അന്വേഷണം അറിയിക്കണം. പഴയ ക്ലാസ്മേറ്റ്സിനെ കണ്ടിരുന്നു എന്ന് പറയുകയും വേണം. അത് പറയുമ്പോൾ ആ വിടർന്ന കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തി. ആദ്യം അവൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത നഷ്ടസ്വപ്നങ്ങളായിരുന്നു യാത്രയിലുടനീളം മനസ്സിൽ.